ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത്തവണ എങ്ങനെയെങ്കിലും ഒരു 4-5 മണ്ഡലങ്ങളിലെങ്കിലും ജയിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു ലക്ഷ്യം. കാരണം തിരുവനന്തപുരം ജില്ലയിൽ ഒരു അനുകൂല സാഹചര്യമുണ്ട്. കാരണം കോർപ്പറേഷൻ ഭരണം പിടിച്ചതിന് ശേഷം ബി.ജെ.പിക്ക് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതുവരെയുള്ള വി രാജേഷിൻ്റെയൊക്കെ ഒരു മേയർ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൊതുവെ എല്ലാവരുടെയും അംഗീകാരം ലഭിക്കുന്നുണ്ട്. നല്ല ഇമേജാണ് നിൽക്കുന്നത്, ജനകീയമായിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ നിന്ന് വിഭിന്നമായി തിരുവനന്തപുരത്ത് ഒരു അനുകൂല സാഹചര്യം ബി.ജെ.പിക്ക് ഉണ്ട്. അതുമാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു, ഒഫീഷ്യലായിട്ട് ഒരു വികസന രേഖ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും വലിയൊരു വികസനം ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്കിടയിലുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പാർട്ടിയും കോർപ്പറേഷനൊക്കെ മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അനുകൂല സാഹചര്യം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമത്തും വട്ടിയൂർക്കാവിലും ലീഡ് നേടാൻ ബി.ജെ.പിക്ക് സാധിച്ചു. ഏറ്റവും കൂടുതൽ മുന്നേറ്റമുണ്ടാക്കിയ 2 സ്ഥലങ്ങളാണ് നേമവും വട്ടിയൂർക്കാവും. അതുകൂടാതെ കഴക്കൂട്ടത്തും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, അതുകൂടാതെ തിരുവനന്തപുരം സെൻട്രൽ, ഈ 4 മണ്ഡലങ്ങളെങ്കിലും പിടിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ബി.ജെ.പി നിൽക്കുന്നത്. കഴക്കൂട്ടത്താണെങ്കിലും തിരുവനന്തപുരം സെൻട്രലിലാണെങ്കിലും 2ാം സ്ഥാനത്ത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്തെത്താൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട് വോട്ടുകളുടെ എണ്ണത്തിൽ. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ 3 മണ്ഡലങ്ങളിലും ഒന്നാമതെത്തിയിരുന്നു. അദ്ദേഹത്തിന് ലീഡ് നേടാൻ സാധിച്ചിരുന്നു. തിരുവനന്തപുരം സെൻട്രലാണെങ്കിലും 2ാം സ്ഥാനത്തായിരുന്നു. പിന്നെ കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരം ജില്ലയിൽ ലീഡ് നേടാൻ വി മുരളീധരനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവായുള്ള കാര്യമാണ്. കാരണം ഒരു അനുകൂല സാഹചര്യം ബി.ജെ.പിക്ക് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. മറ്റേത് ജില്ലകളേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ജയിക്കാൻ ബി.ജെ.പിക്ക് സാധ്യത തിരുവനന്തപുരത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പരമാവധി സീറ്റുകളിൽ വിജയിച്ച് നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം, നല്ല രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയുടെ സ്ട്രാറ്റജി. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും മറികടക്കുക, അതായത് ബി.ജെ.പി ഏത് വിധേനയും പരാജയപ്പെടുത്തുക. തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ ബി.ജെ.പി 3-4 സീറ്റുകൾ ജയിക്കുകയാണെങ്കിൽ പിന്നീട് ജില്ല കൈവിട്ടു പോകുമെന്നുള്ള ഒരു ആശങ്ക LDF-നുമുണ്ട്, UDF-നുമുണ്ട്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ മുന്നേറ്റം കോർപ്പറേഷൻ പിടിച്ചതോടുകൂടി അതിനനുസരിച്ചുള്ള ഒരു മണ്ണായിട്ട് തിരുവനന്തപുരം മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും തുടർച്ചയായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ്. ബി.ജെ.പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ LDF-ഉം UDF-ഉം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബി.ജെ.പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. കാസർഗോഡും മഞ്ചേശ്വരമൊക്കെ തുടർച്ചയായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3 ദശാബ്ദത്തോളമായിട്ട് മഞ്ചേശ്വരത്തും കാസർഗോഡും ഇതാണ് ഒരു സിനാരിയോ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ ഓപ്പണായിട്ട് പറഞ്ഞിരുന്നു. അതായത് ഞങ്ങൾ ജയിക്കുന്നത്, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് LDF-ൻ്റെ വോട്ട് കൊണ്ടാണെന്നുള്ളത്. കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്, അതിപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും അവർ പരസ്പരം വോട്ട് മറിച്ച് ബി.ജെ.പിയെ പരാജയപ്പെടുത്തുന്നത് ഇവിടെ പൊതുവായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് ഇത്തവണ തിരുവനന്തപുരത്ത് വളരെ ശക്തമായിട്ട് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ധാരണ, അനൗദ്യോഗികമായിട്ടുള്ള ധാരണ LDF-ഉം UDF-ഉം തമ്മിൽ ആയിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. കാരണം ബി.ജെ.പി ഏത് വിധേനയും പരാജയപ്പെടുത്തുക. കാരണം ബി.ജെ.പി ഇത്തവണ തിരുവനന്തപുരത്ത് 3-4 മണ്ഡലങ്ങളിൽ ജയിക്കുകയാണെങ്കിൽ പിന്നീട് സംസ്ഥാന വ്യാപകമായിട്ട് അതൊരു വേറൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളൊരു ആശങ്ക LDF-നുമുണ്ട്, UDF-നുമുണ്ട്. കാരണം ബി.ജെ.പി ജയിക്കുമെന്നുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ കുറേ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ഒഴുകാനുള്ളൊരു സാധ്യതയാണ് അവർ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് ഇത്തവണ ഏത് വിധേനയും ഈ ഒരു കാര്യത്തിൽ പരസ്പര വൈരം മറന്നുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഒന്നിക്കാനാണ് ഇരു പാർട്ടികളും, അല്ലെങ്കിൽ ഇരു മുന്നണികളും, ഇരു പാർട്ടികൾ എന്നതിപ്പോൾ CPM-ഉം കോൺഗ്രസുമാണ് പ്രധാനമായിട്ടും, എന്നാൽ ഇരു മുന്നണികളും ശ്രമിക്കുന്നത്. അപ്പോൾ ബി.ജെ.പി ഇതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കാഴ്ചവെക്കേണ്ടതുണ്ട്. കാരണം അത്രയ്ക്കും അനുകൂലമായുള്ള സാഹചര്യത്തെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടിക്ക് സാധിക്കണം. കാരണം കഴിഞ്ഞ തവണ നേമത്തൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ടാക്റ്റിക്കലായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ടിംഗ്. അതിപ്പോൾ നേമത്തൊക്കെ കഴിഞ്ഞ തവണ അത് സംഭവിച്ചിട്ടുണ്ട്. SDPയുടെ വോട്ടൊക്കെ N നമ്പറായിട്ട് LDF-ലേക്ക് പോയി. അപ്പോൾ ആരാണോ ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ളത്, അതിപ്പോൾ LDF ആയിരിക്കാം, UDF ആയിരിക്കാം, വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വ്യത്യസ്ത സാഹചര്യമായിരിക്കും. ഇപ്പോൾ നേമത്തെ LDF ആണ് സ്ട്രോങ് ആയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴക്കൂട്ടത്തേക്ക് പോവുകയാണെങ്കിലും LDF ആണ്. പക്ഷേ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം ഇത് പൊതുവെ ഒരു പരമ്പരാഗതമായിട്ടൊരു UDF സ്വഭാവമുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ തവണ 2ഇടത്തും LDF ആണ് ജയിച്ചത്. പക്ഷേ അതുകൊണ്ട് തന്നെ സാഹചര്യം അനുസരിച്ച് LDF ആണെങ്കിലും UDF ആണെങ്കിലും പരസ്പരം വോട്ട് മറിച്ച് നൽകി ബി.ജെ.പിയുടെ പരാജയം ഉറപ്പാക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇത്തവണയും ആ ഒരു അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ഭാവിയിൽ
എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതിക്ക് അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം അവർ നടത്തിയേക്കാം. ഇപ്പം നടത്തില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ രീതിയിലുള്ള നടപടികളൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഒരു റൂമും കൊടുക്കാതെ പരമാവധി സജീവമായിട്ട് പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് വികസന രാഷ്ട്രീയമൊക്കെ മുൻനിർത്തി ഒരു നല്ല ക്യാമ്പയിനിങ് നടത്തുകയാണ് വേണ്ടത്. എത്രയും വേഗം കർമ്മരംഗത്ത് വളരെ സജീവമായിട്ട് ഇറങ്ങി ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു സംഭവത്തെ, അതായത് ഈ ഒരു ടാക്ടിക്കൽ വോട്ടിങ്ങിനെയും അതുകൂടാതെ തന്നെ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തെയും മറികടക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് BJP ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. ഉത്തരേന്ത്യയിലൊക്കെ BJP പയറ്റുന്ന ഒരു സ്റ്റൈല് നമുക്കറിയാം. കാരണം കൂടുതൽ വോട്ടുകൾ നേടി 50%-ലധികം വോട്ടൊക്കെ നേടിയിട്ടാണ് അവിടെ പല മണ്ഡലങ്ങളും ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയങ്ങളെയും ന്യൂനപക്ഷ ടാക്ടിക്കൽ വോട്ടിങ്ങിനെയൊക്കെ മറികടക്കുന്നത്. അപ്പോൾ ഇവിടെ അത്ര സാധ്യമല്ലെങ്കിൽ പോലും പരമാവധി വോട്ടുകൾ നേടുക. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുകൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതുമാത്രം പോരാ, 6 വോട്ട് മാത്രം പോരാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തും വട്ടിയൂർക്കാവും കഴക്കൂട്ടത്തൊക്കെ BJPക്ക് ജയിക്കാൻ. അപ്പോൾ അതിലും മികച്ചൊരു പ്രകടനം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ചുരുക്കമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം.